ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ബുവാല ബീച്ചിലാണ്. അത് വിക്ടോറിയ അടുത്തായിട്ടാണ്. ഇവിടെ നിന്ന് അല്പം ദൂരമുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ബസ് കിട്ടി, നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, പുറത്ത് നല്ല വ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കാലാവസ്ഥ മഴ ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നല്ല കണ്ടില്ല, ഇവിടെ നല്ല നമ്മുടെ നാടിൻ്റെ കൂട്ട് തന്നെ കണ്ട. ഇത് കടലിനോട് തൊട്ട് ചേർന്നാണ്. ഇവിടെ ചെറിയൊരു റിവർ നിങ്ങൾക്ക് കാണാം. അത് നല്ല രസമാണ് കാണാൻ. നമ്മൾ ബസ് യാത്ര നമുക്കിവിടെ അധികം നമുക്ക് എക്സ്പെൻസ് ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണ് ഒരു സ്റ്റാൻഡിൽ നിന്ന് അടുത്ത സ്റ്റാൻഡ് വരെ 10 രൂപയാണ്. അത് നമ്മൾ എവിടെയാണ് ഇറങ്ങുന്നത് ഇവിടെ കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ ക്യാഷ് ഇവിടെ നമ്മൾ നമ്മൾ എന്തിനാണ് കൊടുക്കുകയല്ല, നമുക്ക് അതിൻ്റെ കാർഡുണ്ട്. നമ്മൾ കാർഡ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഒരു ID കാർഡ് പോലെ ചെറിയൊരു കാർഡ്, ATM കാർഡ് പോലെ അത് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ സ്ഥലങ്ങൾ? നല്ല രസമല്ലേ കാണാൻ? പിന്നെ ഞാൻ ബുവാല ബീച്ച് ചൂസ് ചെയ്യാൻ മറ്റൊരു കാരണം കൂടുണ്ട്. കാരണം എൻ്റെ കൂടെ ഇന്ന് സോമസുന്ദരൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ നമ്മുടെ നാട്ടിലുള്ളതാണ്, കാരണം കായംകുളത്ത്. കാരണം ചേട്ടൻ്റെ എന്നോടൊക്കെ പാഴ്സൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്നായിരുന്നു ഇവിടെ. അപ്പം ചേട്ടൻ്റെ പാഴ്സലാണ്. അപ്പോൾ ചേട്ടൻ അത് കളക്ട് ചെയ്യാൻ വന്നായിരുന്നു. അപ്പോൾ ചേട്ടന് താമസിക്കുന്ന ബുവാല ബീച്ചിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ വിചാരിച്ചു നല്ലൊരു വ്യൂ ആണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നാൽ പിന്നെ അങ്ങോട്ടൊന്ന് പോകാമെന്ന്. പക്ഷേ ഇന്നെന്താ അറിയില്ല, ചൂടും വളരെ കുറവായിരുന്നു. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നല്ലതുണ്ട്, പക്ഷേ ചൂട് വളരെ കുറവാണ്. അങ്ങനെ നമ്മൾ ബുവാല ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തോട്ട് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് അവിടെ ഒരു എൻട്രി കാണാം, അതുവഴിയാണ് എൻട്രി. അവിടെ കാറും നമ്മൾ മറ്റു വാഹനങ്ങളൊന്നും കടത്തി വിടത്തില്ല. നമുക്ക് അങ്ങോട്ട് അപ്പം കയറാം. അപ്പം നമ്മൾ അകത്തോട്ട് കയറുകയാണ്. പിന്നെ ഞാൻ ഇവിടുത്തെ കൂടുതലായിട്ട് ഈ ചേട്ടൻ്റെ അടുത്താണ് ചോദിച്ചത്. ചേട്ടൻ കാരണം വെച്ചാൽ ഇവിടെ അടുത്തായതുകൊണ്ട് ചേട്ടൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. ചേട്ടൻ പറയുന്നത് ഈ കാണുന്ന ഷോപ്പുകളൊക്കെ ഇപ്പം ഇവിടെ പണിതാണ്. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല ഫിനിഷിങ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് ഇവിടെ. നോക്കി, നമുക്കൊരു വേസ്റ്റ് പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. ഇതെല്ലാം ചെറിയ ചെറിയ ഷോപ്പുകളാണ്. എന്നാൽ തന്നെ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ ഇതുപോലൊക്കെ ഷോപ്പുകൾ അതിൻ്റെ ചുറ്റും എന്തുമാത്രം വേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ കാണാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒട്ടും നമുക്കിത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെയിനായിട്ടുള്ളൊരു സോഴ്സാണ്. കാരണം വെച്ചാൽ ഈ ബീച്ച് ടൂറിസ്റ്റ്, അതുകൊണ്ട് തന്നെ സിഷേൽസിലെ മെയിനായിട്ടുള്ളൊരിതാണ്. അപ്പോൾ നോക്കൂ, ഇതാണ്ട് ഷോപ്പുകളൊക്കെ തുറന്നിട്ടേ ഉള്ളൂ. ഇന്ന് സൺഡേ ആണ്. അപ്പം മിക്ക ഷോപ്പുകളും ചേട്ടൻ പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഉച്ച കഴിയുമ്പോൾ ഒട്ടുമിക്ക ഷോപ്പുകളും തുറക്കുമെന്നാണ് പറയുന്നത്. ഇപ്പം എന്നാൽ തന്നെ കുറച്ച് ഷോപ്പുകൾ തുറന്നിട്ടുണ്ട്. ഇവിടെ സാധാരണയായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ഫുഡുകളാണ് ഇവിടെ കിട്ടുന്നത്, ഫാസ്റ്റ് ഫുഡ്. അതുകൊണ്ട് തന്നെ ഫ്രഷ് ജ്യൂസ് കിട്ടും. അപ്പം ആ ഒരു ഇതാണ് ഇവിടെ ഉള്ളത്. നമുക്ക് കാണാം അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താണ്ട് ടൂറിസ്റ്റുകൾ കൂടുതലായിട്ടും കണ്ടില്ല. യൂറോപ്യൻസ്, ഫോറിനേഴ്സ്, ഇന്ത്യൻസ് എല്ലാം ഒട്ടുമിക്കവരും ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് സൺഡേ ആണ്. നമുക്ക് ആ ബീച്ചിലോട്ട് ഇറങ്ങുമ്പം കാണാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. നോക്ക്, നിങ്ങൾ തന്നെ പറയൂ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എനിക്കൊരു ദൂരക്കൂടുതലായിട്ടാണ്, അല്ലെങ്കിൽ ഞാനിത് ഡെയിലി കാരണം ഈ ഒരു ബീച്ച് ഞാൻ ചൂസ് ചെയ്യും. കാരണം നമുക്ക് മൈൻഡ് എപ്പോഴും റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ അൻസി റോയൽ ബീച്ച് കണ്ടു, പക്ഷേ അൻസി റോയൽ ബീച്ച് ഇത്രത്തോളം ഒരു ഏരിയ ഇല്ല. കാരണം എന്നാൽ തന്നെ ആണെങ്കിലും ഇവിടെ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇതായിട്ട്, കാരണം വെച്ചാൽ മരങ്ങളും ആ ഒരു കാട് പിടിച്ച് കിടക്കുകയാണ്. കാരണം എൻ്റെ ബാക്കിലായിട്ട് നോക്ക്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് ഇതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെയും കൂടെ ഒന്ന് ഇട്ടേക്കാം. കാരണം വെച്ചാൽ ഞാൻ പോകുമ്പം നിങ്ങൾ എന്നെയും കൂടെ ഒന്ന് കാണണ്ടേ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എന്നെയും കൂടെ ജസ്റ്റ് ഒന്ന് ഇത് കാണിക്കുന്നത്. എൻ്റെ ബാക്കിൽ നോക്കി ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട്. അപ്പം ബാക്ക് ക്യാമറ ഓണാക്കാം. ഇതാണ്ടേ ബീച്ച് കണ്ടില്ലേ, എന്ത് നല്ല നീലക്കടൽ, നീല ആകാശം നോക്കി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണിത്. ഞാൻ സാധാരണ ദൂരയാത്ര ബസ്സിൽ ചെയ്യുമ്പോൾ എനിക്ക് നല്ലോണം തലവേദനയോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും അതാണ് ഞാൻ ഒരു വർഷമായിട്ട് പോലും അങ്ങനെ യാത്ര ചെയ്യാൻ. പക്ഷേ ഞാൻ വിചാരിച്ചു നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാൻ നേരം ഞാൻ വിചാരിച്ചു എന്തായാലും യാത്ര ചെയ്യാം. പക്ഷേ ഇപ്പോൾ എനിക്ക് കാരണം വെച്ചാൽ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമോ എൻ്റെ ഓഫ് ഞായറാഴ്ച ഒന്നായിരുന്നെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ പോകാമെന്ന്. നോക്കിയാൽ ചെറിയ ചെറിയ ഗാർബേജ് ഇടാനുള്ള ബിന്നുകൾ. പിന്നെ ഈ കാണുന്ന ഓരോരോ ഈ ഫ്ലെക്സ് ബോർഡുകളാണ് കാണിച്ച് ഇവിടെ വരുന്നവർക്ക്. അതായത് നമുക്ക് പല ബോട്ട് സർവീസ്, അതുപോലെ തന്നെ പല നമുക്ക് എൻ്റർടൈൻമെൻറ്റുകൾ. ഇത് പെയ്ഡ് ആണ് ഇത്. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കാണിച്ച് ഇവിടെ ചെറിയ ചെറിയ ബൂത്ത് പോലെ അവർ അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിടെ ആൾക്കാരുമുണ്ട്, അതിൻ്റെ കാണിച്ച് അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും അവിടെ ഉണ്ട്. അതുകൊണ്ടൊക്കെ ഒരുപാട് 3-4 കടകൾ ഞാൻ കണ്ടായിരുന്നു. ചെറിയ ചെറിയ കടകളിലെ ബൂത്തുകൾ കണ്ടായിരുന്നു. നോക്കൂ എന്ത് ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഒരുപാട് ഞാൻ തിരിച്ചു വന്നപ്പോഴും വരണമെന്നേ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ദൂരെ കൂടുതൽ സൺഡേ ആയതുകൊണ്ട് ബസ് വളരെ കുറവാണ് സിഷേൽസിൽ. കാരണം വെച്ചാൽ നമുക്ക് ഇവിടുന്ന് വിക്ടോറിയ എത്തണമെങ്കിൽ നമുക്ക് ഞങ്ങൾ ഓൾമോസ്റ്റ് 1 hour ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ ചേട്ടൻ തന്നെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് ഇവിടുത്തെ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ കാരണം വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പറയുന്നത് മിക്കപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട്
ആൾക്കാരിങ്ങനെ എന്താണ് എല്ലാ ഞായറാഴ്ചയും വരും, ഒരുപാട് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും. ഇവർ മോർണിംഗ് 8 മണിക്ക് വന്നു കഴിഞ്ഞാൽ, യൂറോപ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് ഫുൾ ഡേ. അങ്ങനെ ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് ചേട്ടനോട് സംസാരിച്ച് നോക്കിയത്, അവിടെ ഒരു ഇന്ത്യൻ കുസിൻ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. ഞങ്ങൾ വിചാരിച്ചെങ്കിൽ അവിടെ പോയി എന്തെങ്കിലും കഴിക്കാം. കാരണം രാവിലെ ഇറങ്ങിയതാണ്, രാവിലെ ഒരു ജ്യൂസ് കുടിച്ചിട്ട് ഇറങ്ങിയതാണ് റൂമിൽ നിന്ന്. അപ്പം ഞാനും ചേട്ടനോട് അവിടെ ചെന്നു. നല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ നോക്കിയപ്പോൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ പെട്ടെന്ന് അവിടോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ്, അടുത്തെത്തിയപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 12 മണിക്ക് ഓപ്പൺ ആവും. കാരണം വെച്ചാൽ ഞങ്ങൾ വന്ന് വെച്ചിട്ട് നേരത്തെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് വല്ലതും കുടിക്കാവുന്ന. അങ്ങനെ താണ്ടെ ഇവിടെ എത്തി ഇവിടെ ഞങ്ങൾ ആദ്യം മാംഗോ ജ്യൂസാണ് ഓർഡർ ചെയ്തത്. അപ്പം മാംഗോ ജ്യൂസ് ഇല്ലായിരുന്നു, പിന്നെ ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. ചേട്ടനും പറഞ്ഞ് ലൈറ്റായിട്ട് എന്തെങ്കിലും മതിയെന്ന്. കാരണം ചേട്ടൻ അങ്ങനെ പുറത്തുനിന്ന് അധികം ആഹാരം കഴിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ ഓരോ ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ വേണ്ടി അപ്പോൾ അതിന് ചുറ്റുമുള്ള ഒരു ഇതാണ് കാണിക്കുന്നതൊക്കെ, ചെറിയ ചെറിയ ഷോ. പിന്നെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് എണ്ണീറ്റു എനിക്ക് ബീച്ച് ഒട്ടും നമുക്ക് കാണിച്ചാൽ എനിക്ക് വീണ്ടും 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 കാണണമെന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. നല്ല രസമുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അതാണ്ട് നോക്കിയേ, അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഷിപ്പാണോ ബോട്ടാണ്, ഇത് ബോട്ടാണ് ഇത് കിടക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവർ ഈ ഗ്രൂപ്പായിട്ട് ഇവിടുന്ന് പോകുന്നതോ അല്ലെങ്കിൽ മറ്റ് ഐലൻഡുകളിൽ നിന്ന് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് അവിടെ ചെറിയ ചെറിയ ബോട്ടുകൾ പോകുന്നത് നിങ്ങൾക്ക് കാണാം. എന്തായാലും പിന്നെ വേറൊരു കാര്യമാണ് ഇവിടുത്തത്. ഇവിടെ ചെറിയ ചെറിയ കടകളിൽ കണ്ടില്ലേ, നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതലും കാണാൻ പറ്റുന്ന ഷെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയ പല ആർട്ടിഫിഷ്യലായിട്ടുള്ളതാണ്. കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ഇപ്പം മേടിച്ചില്ലൊന്നും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മേടിച്ച് കഴിഞ്ഞാൽ റൂമിൽ വെറുതെ നാട്ടിൽ പോകുന്നതിന് മുമ്പ് എന്തായാലും ഒന്നുകൂടി ഇവിടെ വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കുഞ്ഞുങ്ങൾക്കും അതുകൊണ്ട് തന്നെ എൻ്റെ വൈഫിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഈ ഷെല്ല് കൊണ്ടുള്ള. ഇവിടെ വെക്കേഷൻ വന്നപ്പം പോലും ആയാലും ഒരുപാട് ഷെല്ല് പറക്കിക്കൊണ്ടാണ് പോയത് ഉണ്ടാക്കണമെന്ന്. പുള്ളിക്കാർ ഇതുകൊണ്ടൊക്കെ ഇങ്ങനെ ഓരോ ആർട്ടിഫിഷ്യലായിട്ടുള്ളത് ഉണ്ടാക്കും. പിന്നെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. പലരും ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്നത്. അതിനിടയ്ക്ക് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇവരെല്ലാവരും ശ്രദ്ധിക്കുന്നത്. ആ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലാണല്ലേ, അവിടെ ഏറ്റവും കൂടുതൽ ഗസ്റ്റ് എനിക്ക് തോന്നുന്നു അവിടെ ഈ നമുക്ക് ഈ ഫാസ്റ്റ് ഫുഡായിട്ട് എന്തെങ്കിലും നമുക്ക് ഈ കാര്യങ്ങൾ കഴിക്കാനും അതുകൊണ്ടൊക്കെ തന്നെ റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു ഏരിയയാണ്. കാരണം ഡയറക്റ്റ് ഫേസ് ചെയ്യുന്ന ബീച്ചിലോട്ടാണ്. അതിനിടയ്ക്ക് ഈ ദൈപ്പം പോയ പുള്ളി ചോദിച്ചു, നിങ്ങൾ യൂട്യൂബേഴ്സ് ആണോ എന്ന്. പിന്നെ എൻ്റെ ബാക്കിൽ നോക്കിയേ, നല്ല വ്യൂ അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു, പ്രതീക്ഷിക്കുന്നു. പിന്നെ പിന്നെ ഞങ്ങളിങ്ങനെ കുറേ നേരം ഞാനും ചേട്ടനോട് സ്പെൻഡ് ചെയ്തു ഇവിടെ. കാരണം ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല ബീച്ചിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കും പോകണമായിരുന്നു, ആകെ ഒരു സൺഡേ ആണ്. ഞങ്ങൾ ഇറങ്ങി ഇവിടുന്ന്. ഇത് ബസ്സിൽ തിരിച്ചു വന്നപ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. കാരണം ഇവിടുന്ന് എനിക്കത് സൂം ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം നല്ലൊരു ഇറക്കമാണ്. പക്ഷേ ഇവിടെ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണാം, അവിടെ നല്ല ഇതായിട്ട് നമുക്ക് കടൽ കാണാൻ പറ്റും. അവിടെ ചെറിയൊരു ഐലൻഡ് പോലെ ചെറിയൊരു കടലിൻ്റെ ഇടയ്ക്ക് കാണാനും പറ്റും. അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി കഴിഞ്ഞപ്പം ബസ് ഇവിടെ ഒന്ന് കിടക്കുന്നത്. ഇത് പക്ഷേ ഞാൻ വിചാരിച്ചത് അൻസിറോയിലോട്ടുള്ളതാണെന്ന്, പക്ഷേ അല്ല, അപ്പുറത്തായിരുന്നു. പിന്നെ ഇവിടെ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഫൈനലി അങ്ങനെ ബസ്സിനകത്ത് കയറി ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഫ്രണ്ട് ക്യാമറ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ബാക്കിലൊരു ലേഡി ഇങ്ങനെ നോക്കുന്നു. പുള്ളിക്കാരി പെട്ടെന്ന് ഹൈഡായി. പിന്നെ ഞാൻ പെട്ടെന്ന് ഓഫ് ചെയ്തു. പിന്നെ കുറച്ച് ബാക്ക് ക്യാമറ കൊണ്ട് കുറച്ച് നമ്മൾ പോകുന്ന അവിടുത്തെ കുറേ വീഡിയോകൾ ഇങ്ങനെ എടുത്തു. അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്